സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറിൽപ്പെട്ട ഓരോ മണിക്കൂറും പാസ് ചെയ്തു പോകുമ്പോൾ അത് അവന്റെ ശരീരത്തെ വ്യത്യസ്ത സ്വഭാവത്തിൽ ആ ശരീരവുമായി പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ഇതറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ എഞ്ചിനീയറിംഗും നമ്മുടെ മെഡിസിനും മുന്നോട്ട് പോവേണ്ടത്. കാലത്ത് അഥവാ AM 12 മണി മുതൽ 1 മണി വരെയുള്ള ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി, പ്രതിരോധത്തിന് വേണ്ടി ഒരുക്കി നിർത്തപ്പെട്ടുള്ള അണുക്കൾ അതിൻ്റെതായ പ്രവർത്തനം സുസജ്ജമായിരിക്കും. അതേ സന്ദർഭത്തിൽ രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു ടൈം ഏത് പ്രദേശത്താണ് താമസിച്ചാലും ശരി, തന്നെ സംബന്ധിച്ചിടത്തോളം 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം അത് പ്രതിരോധശേഷി, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ അണുക്കൾക്ക് വളരെ വീക്കായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാകുന്നു. ഈ 24 മണിക്കൂറിൽ നിന്ന് ബ്ലഡ് പ്രഷർ അത് ശക്തമായ രൂപത്തിൽ അനുഭവപ്പെടുന്ന, ലോ ആകുന്ന പല സമയങ്ങളും മാറി മാറി വരുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ നോക്കിയിട്ട് അതിനാസ്പദമായി അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മണ്ണിലേക്ക് താഴ്ത്തി വെപ്പിച്ചുകൊണ്ട് ആ പ്രഷറിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് 5 വഖത്ത് നിസ്കാരങ്ങൾ നിർബന്ധമായ രൂപത്തിൽ വെച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവന്റേതായ വലത്തെ കാലിന്റെ പെരുവിരൽ ശക്തമായ രൂപത്തിൽ ഭൂമിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഏതാനും സെക്കൻഡുകൾ നിൽക്കുന്ന സന്ദർഭത്തിൽ, അഥവാ തവറുക്കിന്റെ അത്തഹിയാത്തിനിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇഫ്തിറാശിന്റെ ഇരുത്തത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ തള്ളവിരൽ ശക്തമായിട്ടും മറ്റുള്ള വിരലിൽ അതിന് സഹായകമായ രൂപത്തിലും അമർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ നിൽക്കുന്ന സന്ദർഭത്തിൽ തന്റെ ശരീരത്തിൽ ഈ പ്രകൃതി ഉണ്ടാക്കി തീർക്കുന്ന കമ്പനങ്ങൾ, ഈ കമ്പനങ്ങളെ ബ്രേക്ക് ചെയ്യാൻ സഹായകമാകുന്നത് കൊണ്ടാണ് അതേ ടൈമിൽ ആ ഇരുത്തവും ആ പൊസിഷനും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ മെഡിസിന്റെ ആളുകൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. അവരുടെ കയ്യിലുള്ള ലിസ്റ്റാണ്. സാധാരണഗതിയിൽ എപ്പോഴാണ് പ്രസവം കാര്യമായി നടക്കാറുള്ളത് എന്ന് പരിശോധിച്ചാൽ, മരണം എപ്പോഴാണ് നടക്കാറുള്ളത് എന്ന് പരിശോധിച്ചാൽ, രാത്രി 12 മണിയുടെയും രാവിലെ 6 മണിയുടെയും ഇടക്കായിട്ടാണ് ജനനവും മരണവും, ഖലഖൽ മൗത വൽ ഹയാ, ആ 2 കാര്യങ്ങളും കൂടുതൽ ആപേക്ഷികമായി കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകുന്നു സഹോദരന്മാരെ. ഈ ടൈം ടേബിളിന്റെ ഭാഗമായിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സൂര്യപ്രകാശം ഒരു ദിവസത്തിൽ ഇത്ര കിട്ടണമെന്നുള്ളത് നിർബന്ധമായ കണക്കുണ്ട്. നാം ഒരു ഫ്ളാറ്റിന് വേണ്ടി ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഫ്ളാറ്റിന് വേണ്ടി ചന്തമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ഒരു ഫ്ളാറ്റിന്റെ ആ ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ആ ഫ്ളാറ്റിൽ എത്ര തന്നെ റൂമുകൾ ഉണ്ടെങ്കിലും മുഴുവൻ റൂമുകളിലേക്കും ആ റൂമിൽ പാർക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, പകൽ സമയത്ത് അതിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവർക്ക് പ്രകാശരശ്മികൾ കിട്ടാതെ പോകുന്ന ചുറ്റുപാടിൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടുള്ളതല്ല. നമ്മുടെ മുമ്പിൽ വരുന്നേക്കാം ഫ്ളാറ്റിന്റെ ബിൽഡേഴ്സ്, നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നേക്കാം, ഇതാ എനിക്ക് ഇത്ര സെന്റ് സ്ഥലമുണ്ട്, അതിനകത്ത് നിങ്ങൾ നിർമ്മിച്ചു തരണം. ഒരുപക്ഷെ നമ്മുടെ ആ മുനിസിപ്പാലിറ്റി അംഗീകാരം നൽകിയാലും കോർപ്പറേഷൻ അംഗീകാരം നൽകിയാലും നിങ്ങൾക്ക് ഓർമ്മ വേണം, വശംസി വദുഹാഹ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെയും സൂര്യനോടൊപ്പം 10 മണി എന്ന് പറയുന്ന സമയത്തെയും പിടിച്ച് സത്യം ചെയ്തു? വശംസി വദുഹാഹ, എന്താണ് ആ ദുഹായെ പിടിച്ച് ചെയ്യാൻ കാരണം? ഒരു മനുഷ്യന്റെ ബോഡിക്ക് അനിവാര്യമായും വേണ്ടതാണ് സൂര്യപ്രകാശം. ആ സൂര്യപ്രകാശം കിട്ടേണ്ട അളവിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അയാൾക്ക് നിരവധി ചർമ്മരോഗങ്ങൾ ഉണ്ടാവാനുള്ള വകുപ്പുകളുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലുകൾക്ക് തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ ആ സൂര്യപ്രകാശം കിട്ടുന്ന രൂപത്തിലായിരിക്കണം ബിൽഡിങ്ങുകൾ സംവിധാനം ചെയ്യേണ്ടത്. ഇന്ന് പല സ്ഥലങ്ങളിലും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺക്രീറ്റ് കാടുകളാണ് കാണാൻ കഴിയുന്നത്. ദുബൈയിലാവട്ടെ ബഹ്റൈനിലാവട്ടെ കോൺക്രീറ്റ് കാടുകളാണ്. ആ കോൺക്രീറ്റ് കാടുകളിൽ 2 കൊല്ലക്കാലം ജോലിക്ക് പോയി താമസിക്കുന്ന ഫാമിലി അവർ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആരോഗ്യമില്ലാതെ രോഗത്തിന്റെ അടിമകളായി പോകുന്നു. മക്കൾക്ക് കിട്ടിയില്ല, അവൾക്ക് സൂര്യപ്രഭ കിട്ടിയില്ല. ഫ്ളാറ്റിൽ നിന്ന് അങ്ങനെ തന്നെ ഇറങ്ങി അവരെ കൊണ്ടുപോകാൻ വന്ന ബസ്സിൽ കയറി അവരങ്ങ് പോകുന്നു, തിരിച്ചു വരികയും ചെയ്യുന്നു. ഏതാണ് സൂര്യന്റെ ഊർജം എന്താണ്? ശരീരത്തിലേക്ക് വരുന്നില്ല. ഈ ബയോളജി ക്ലോക്ക്
ബയോളജി ക്ലോക്ക് അനുസരിച്ചുകൊണ്ട് രാത്രി ഏകദേശം 8:30 മണി മുതൽക്ക് തുടങ്ങും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉറക്കത്തിന്റെ ഹോർമോണുകൾ എന്ന പേരിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ള ഹോർമോണുകളുണ്ട്. ഡോക്ടർമാർക്കറിയാം ഈ ഹോർമോണുകൾ ചാലുവാകുന്ന സമയമാണ്. ആ സമയം മുതൽക്ക് ലവലേശം രശ്മികൾ ശരീരത്തിൽ തട്ടാൻ പാടില്ല എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം. സൂര്യന്റെ രശ്മി അപ്പോൾ തട്ടുകയില്ല. എന്നാൽ നാം കൃത്രിമമായ രശ്മികൾ തട്ടുന്നു. ഈ കാണുന്ന പ്രകാശ രശ്മികളൊന്നും തന്നെ ശരീരത്തിൽ തട്ടാൻ പാടില്ലാത്തതാണ്. ഇന്ന് ടൗൺ എഞ്ചിനീയറിംഗ്, ടൗൺ സംവിധാനം, ടൗൺ ആസൂത്രണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോൾ ഒരുപക്ഷെ നഗരസഭാ ചെയർമാൻ, മേയർ അഭിമാനം കൊള്ളുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതിന്റെ പരിസരങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ വീട്ടിലെ മാതാപിതാക്കൾക്ക്, കുട്ടികൾക്ക് മുഴുക്കയും ഹാനികരമാണ് എന്നതാണ് സത്യം. അവർ ഉറങ്ങുന്നുണ്ടാകും, പക്ഷേ അവരുടെ ശരീരത്തിന് ഉറക്കത്തിന്റെ സന്ദർഭത്തിൽ കിട്ടേണ്ട തമാം ഇതുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വസ്തുതാപരമായി അറിയാൻ കഴിയുന്നതാണ്. എല്ലാ വലിയ വലിയ റോഡുകളുടെയും അരികിൽ സ്ട്രീറ്റ് ബൾബുകൾ സ്ഥാപിക്കുമ്പോൾ ആ നഗരത്തിന് ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ഇതിന്റെ നേരെ ചുവട്ടിൽ ധാരാളം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ചെടികളുടെ നേർക്ക് രശ്മികൾ വരാതിരിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം ബൾബുകൾ സ്ട്രീറ്റ് ലൈറ്റിൽ സ്ഥാപിച്ചിട്ടുള്ളത്, ആ സ്തൂപങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നിയമം വെച്ചിട്ടുണ്ട്. എന്താ കാരണം? ഈ രശ്മികൾ നേരെ ചുവടക്ക് നിൽക്കുന്ന വളരെ ശക്തിയേറിയുള്ള വേരുകളുള്ള മരങ്ങൾ തന്നെയാണെങ്കിലും ശരി, അവയ്ക്ക് താങ്ങാൻ കഴിയില്ല. അവയുടെ വളർച്ചയെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ശരീരത്തിന് നിദ്ര കാമിലാവാൻ, നിദ്ര അതിന്റെ യഥാർത്ഥ രൂപത്തിലായി തീരാൻ രശ്മികൾ ഏൽക്കാത്ത രൂപത്തിൽ സംവിധാനിക്കപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ ആവശ്യമാണ്. അതുപോലെയുള്ള വീടുകൾ ആവശ്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അശേഷം വെളിച്ചം ബാക്കി വെക്കാതെ മുഴുവൻ ഓഫാക്കിയിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അന്നത്തെ കാലയളവിൽ ഇരുന്ന് ചിന്തിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാകാം, അങ്ങനെ പറയാൻ ഇടവന്നിട്ടുള്ളത്. വല്ലപ്പോഴും എലികൾ ഈ വെച്ചുകൊണ്ടിരിക്കുന്ന വിളക്ക് അതും എടുത്ത് ഓടുന്ന സന്ദർഭത്തിൽ ആ ഓട്ടത്തിന്റെ പേരിൽ വീട് അഗ്നിക്കിരയാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ വിളക്ക് ഓഫാക്കാൻ പറഞ്ഞിട്ടുള്ളത്. മാന്യ സുഹൃത്തുക്കളെ, ബൾബുകൾ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ എലിയുടെ പ്രശ്നമൊന്നുമല്ല വരുന്നത്, മറിച്ച് നമ്മുടെ ബയോളജി ക്ലോക്ക് പറയുന്നു വലിയല്ല പ്രശ്നം, നമ്മുടെ നിദ്രക്ക് ആവശ്യമാകുന്ന വളർച്ച കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ 35-ാമത്തെ വയസ്സ് 40 വയസ്സാകുമ്പോഴേക്ക് മുടി നരക്കുകയാണ്. 35-40 വയസ്സാകുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മുഖം ചുളിയുകയാണ്. 35-40 വയസ്സാകുമ്പോഴേക്ക് ആമാശയത്തിന്റെ കെൽപ്പ് കുറഞ്ഞു പോവുകയാണ്. എന്നാ കാരണം? ആവശ്യമായ അളവിൽ സൂര്യപ്രകാശവും ആവശ്യമായ അളവിൽ ഇരുട്ടും ലഭ്യമായില്ല എന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ നാം വീടുകൾ വരച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ, അത് തയ്യാറാക്കി കൊടുക്കുന്ന സന്ദർഭത്തിൽ എഞ്ചിനീയർമാരാണ് ചിന്തിക്കേണ്ടത്. ഞാനിത് എനിക്ക് കയ്യിൽ തരുന്ന ക്യാഷിന്റെ പേരിൽ വരച്ചു കൊടുക്കുകയല്ല. എന്റെ ധർമ്മം മഹാനായ ദുൽഖർനൈനി എന്നവരുടെ ധർമ്മമാണ്. ഒരു നാഗരികതയെ കെട്ടിപ്പടുക്കുകയായിരുന്നു മഹാനവറുകൾ, ഒരു സംസ്കൃതി സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. അതിന്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഉള്ളത്. ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ ഫ്ലാറ്റ് ഇതേ രൂപത്തിൽ നാം വരച്ച് പൂർത്തീകരിച്ചു കൊടുത്താൽ ഞാൻ ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന നൂറുകണക്കായ കുടുംബങ്ങളോട് ദ്രോഹപരമായ ഒരു സമീപനമായിരിക്കും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അവരോട് മനുഷ്യത്വപരമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിന്റെ ലൈനിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. അതല്ലെങ്കിൽ അറിയാതെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശാപം ഏറ്റുവാങ്ങുന്ന എഞ്ചിനീയർമാരായി നാം കലാശിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.